ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റായിരുന്ന PS പ്രശാന്താണ് ഇപ്പോൾ റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുന്നത്. ഇപ്പോൾ മുൻപ് ഒരു പ്രസിഡന്റായിരുന്ന പത്മകുമാറിനെ ഇപ്പോൾ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ശബരിമല സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ മറ്റൊരു പ്രസിഡന്റായിരുന്നു താങ്കളും. അപ്പം എന്താണ് അതുമായി ബന്ധപ്പെട്ട് തോന്നുന്നത്? അതായത് ഈ സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നിലപാട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ബോർഡ് ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായൊരു അന്വേഷണം വേണം. കോടതിയുടെ നിരീക്ഷണത്തിൽ SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ളതിൽ അഭിപ്രായം പറയുന്നതിൽ എനിക്ക് പരിമിതിയുണ്ട്. പക്ഷെ ഞങ്ങളുടെ നിലപാട് അന്നും ഇന്നും ഒന്ന് തന്നെയാണ്. അന്വേഷണം നടക്കട്ടെ. അന്വേഷണവുമായി ബന്ധപ്പെട്ട് ആരെല്ലാമാണ് ഇതിൽ ഉത്തരവാദികളായി വരുന്നത് അവർക്കെതിരെ നടപടി ഉണ്ടാവട്ടെ. ഇതിപ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ തന്നെയും നമ്മൾ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ ഒരു പിഴവാണ് ഇത് എന്ന രീതിയിലായിരുന്നു സർക്കാർ അടക്കം ഇതിനെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പം സർക്കാർ തന്നെ നിയമിച്ച ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇപ്പോൾ ജയിലിലേക്ക് പോയിരിക്കുന്നത്. അത് സർക്കാരിനെ വലിയ രീതിയിൽ വെട്ടിലാക്കില്ലേ? അല്ല, സർക്കാരിനെ വെട്ടിലാക്കുന്നില്ല എന്നുള്ള പ്രശ്നം സർക്കാർ എടുത്ത നിലപാടെന്താ? ഇതിൽ സർക്കാരായാലും ദേവസ്വം ബോർഡായാലും ഞങ്ങളാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ നിലപാട് തന്നെ, ദേവസ്വം ബോർഡിൻ്റെ നിലപാട് തന്നെ എന്തായിരുന്നു? അന്വേഷണം നടക്കട്ടെ. ഭഗവാന്റെ ഒരു തരി പൊന്നോ സ്വത്തോ ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, അപഹരിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായ അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെയല്ലേ സർക്കാരിൻ്റെ അന്നത്തെയും ഇന്നത്തെയും നിലപാട്. സർക്കാർ ഒരു തരത്തിലും ഒരു കാര്യത്തിലും ഇടപെടുന്നില്ലല്ലോ. അപ്പോൾ അന്വേഷണം ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നു. ശരിയായ രീതിയിൽ മുന്നോട്ട് പോകട്ടെ. ഞങ്ങൾ ആവശ്യപ്പെട്ടത് എന്താ? ഞങ്ങൾ ആവശ്യപ്പെട്ടത് 98 മുതൽ അന്വേഷിക്കണമെന്നാണ്. 98 മുതൽ ഈ വിഷയത്തെ സംബന്ധിച്ച് 98 മുതൽ 25 വരെയുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷിക്കട്ടെ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ നിലപാട്. അന്നും ഞങ്ങളുടെ നിലപാട്, സർക്കാരിൻ്റെ നിലപാട്, ദേവസ്വം ബോർഡിൻ്റെ നിലപാട് അന്നും ഇന്നും ഒന്ന് തന്നെയാണ്. അന്വേഷണം പുരോഗമിക്കുന്നതിനനുസരിച്ച് കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു ആരോപണം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ ദേവസ്വം മന്ത്രിയിലേക്കടക്കം ഇത് വിരൽ ചൂണ്ടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ കൂടുതൽ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അത് വലിയ ഒരു തട്ടിപ്പ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പറയുന്നത് അന്വേഷണം വരട്ടെ, അന്വേഷിച്ചിട്ട് ശരിയായ ദിശയിലാണല്ലോ ഇപ്പോൾ SIT അന്വേഷിക്കുന്നത്. ആ അന്വേഷണം ശരിയായ ദിശയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ തന്നെ നടക്കട്ടെ. അതുമായി ബന്ധപ്പെട്ട് തെറ്റ് ചെയ്തിട്ടുള്ളവർ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് തന്നെയാണ് സർക്കാരിൻ്റെയും നിലപാട്, പാർട്ടിയുടെയും നിലപാട്, എൻ്റെയും നിലപാട്, ദേവസ്വം ബോർഡിൻ്റെയും നിലപാട്. ഈ സ്വർണ്ണപ്പാളികളിലോ അല്ലെങ്കിൽ അതിൽ മാത്രം നമ്മളൊരു അന്വേഷണം ഒതുക്കി നിൽക്കേണ്ടതാണോ? മറ്റ് കാര്യങ്ങൾ കൂടി അന്വേഷിക്കേണ്ടത്? ഇപ്പോൾ പല കാര്യങ്ങളും ഇപ്പോൾ ദ്വാരപാലക ശിലാപാളികളിലാണെങ്കിലും ഒക്കെ ഈ അന്വേഷിച്ച് വരുമ്പോൾ മറ്റ് പല സംഭവങ്ങളും ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്നൊരു കാര്യം SIT തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടിയൊക്കെ അന്വേഷണം വരേണ്ടതുണ്ടോ? ശബരിമലയുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങൾ കൂടി അന്വേഷണം വരേണ്ടതുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ പറയുന്നത് ഇത് സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് ആ വിഷയമാണ് ഇപ്പോൾ കോടതിയുടെ നിരീക്ഷണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് മാത്രമല്ല, എത്രയോ കാലങ്ങൾക്ക് മുമ്പ് അവിടെ അഴിമതിയുടെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ വലിയ പ്രതിപക്ഷ നേതാവ് വലിയ താളം ചൊല്ലി പറയുകയാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടിയുടെ കാലത്തൊക്കെ എന്തുമാത്രം അഴിമതിയാണ് അവിടെ നടന്നിട്ടുള്ളത്. UDFൻ്റെ ഭരണകാലത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാരാ? ശ്രീ അജയ് തറയിലാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ എന്തുമാത്രം അഴിമതിയാണ് അവിടെ നടന്നിട്ടുള്ളത്. ഞാൻ മരണപ്പെട്ടു പോയ ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ, അദ്ദേഹം പ്രസിഡൻ്റായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ അജയ് തറയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയിട്ടുള്ള അഴിമതികൾ അന്വേഷിക്കണ്ടേ? അതിനു മുമ്പ് നടന്ന അഴിമതികൾ അന്വേഷിക്കണ്ടേ? 2006 ശ്രീ VS അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നല്ലോ, രാമനായരുടെ ബോർഡ്. ആ രാമനായരുടെ ബോർഡുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചില്ലേ, ജസ്റ്റിസ് പരിപൂർണ കമ്മീഷൻ. ആ ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് എന്തായിരുന്നു? പൂർണ്ണമായും G. രാമൻ നായരുടെ ബോർഡിനെതിരെയുള്ള കുറ്റപത്രമായിരുന്നു. അപ്പോൾ അന്നുമൊക്കെ ഒരുപാട് അഴിമതികൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ പറയുന്നത് 98 മുതൽ ഇങ്ങോട്ടുള്ള 2025 വരെയുള്ള അഴിമതികൾ അന്വേഷിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കണം. കാരണം അങ്ങനെ ചില ആളുകൾ മാത്രം വിശുദ്ധന്മാരായി മാറാൻ പാടില്ല. 1990 കാലം മുതൽക്ക് തന്നെ, ഇപ്പോൾ കോൺഗ്രസ് ഭരണത്തിലിരിക്കുന്ന കാലം മുതൽക്ക് തന്നെ ഇത്തരത്തിൽ അഴിമതി അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു സംശയം തന്നെയാണോ താങ്കൾ പ്രകടിപ്പിക്കുന്നത്? സംശയം എന്താ? പാത്രം അഴിമതി, ഒരു പാത്രവുമായി ബന്ധപ്പെട്ടൊരു അഴിമതി ചെങ്ങന്നൂരിൽ
നിലവിലുണ്ടായിരുന്നൊരു സ്ഥാപനം, നിലവിലില്ലാതിരുന്നൊരു സ്ഥാപനത്തിൻ്റെ പേരിൽ വ്യാജ ബില്ലുകൾ തയ്യാറാക്കി പിന്നെ അഴിമതി നടത്തിയിട്ടുണ്ട്. 1,81,00,000 രൂപയുടെ അഴിമതിയാണ്. അങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ 2014 1,81,00,000 രൂപയുടെ അഴിമതിയാണ്. അപ്പോൾ അത്തരം അഴിമതികൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഒട്ടേറെ അഴിമതി കഥകളുണ്ട്. ശ്രീ അജയ് തറയലിൻ്റെ നേതൃത്വത്തിലുള്ള അഴിമതി ആരോപണങ്ങളുണ്ട്. ഇതെല്ലാം അന്വേഷിക്കണ്ടേ? ഇപ്പോൾ എന്താ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അപ്പം ആ അന്വേഷണം നടക്കട്ടെ. അതിനെന്നും സർക്കാരോ പാർട്ടിയോ ദേവസ്വം ബോർഡോ ഭയപ്പെടുന്നില്ല. അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകണം. ശരിയായ ദിശയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അന്വേഷണം നടക്കട്ടെ, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടട്ടെ. യാതൊരു ഭയവും ആ കാര്യത്തിൽ പാർട്ടിക്കോ സർക്കാരിനോ ദേവസ്വം ബോർഡിനോ ഇല്ല. തൊട്ട് മുൻപിരുന്ന ദേവസ്വം പ്രസിഡന്റ് ആണല്ലോ താങ്കൾ. അപ്പോൾ താങ്കളുടെ കാലത്ത് കൂടി ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു വരികയാണെങ്കിൽ അന്വേഷണവുമായി സഹകരിച്ച് തന്നെ മുന്നോട്ടേക്ക് പോകും. അല്ല, അത് അങ്ങനെ പറഞ്ഞല്ലോ. ഞങ്ങൾ കോടതിയോട് പറഞ്ഞത് എന്താ, ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരിക്കുമ്പോൾ ആണല്ലോ ഇത് പുറത്തു വരുന്നത്. അപ്പോൾ അന്ന് ഞങ്ങളുടെ നിലപാടെന്താ? ഞങ്ങളപ്പോൾ തന്നെ ദേവസ്വം വകുപ്പ് മന്ത്രിയും ആലോചിച്ചു. ദേവസ്വം വകുപ്പ് മന്ത്രി ഞങ്ങൾക്ക് തന്ന നിർദ്ദേശം, നിങ്ങൾ സ്റ്റാൻഡിംഗ് കൗൺസിലോട് പറയൂ, എല്ലാ കാര്യത്തിലും സമഗ്രമായ അന്വേഷണം നടക്കട്ടെ. അങ്ങനെയാണ് ഞങ്ങൾ സ്റ്റാൻഡിംഗ് കൗൺസിലോട് പറയുന്നത്. സമഗ്രമായ അന്വേഷണം വരട്ടെ. അത് 98 മുതൽ വരണം. 98 മുതൽ 2025 വരെ അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് ഒരു തരി സ്വർണമോ പിന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കട്ടെ. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സഹകരിക്കും. ഒരു സംശയമില്ല കാര്യത്തിൽ. സമഗ്രമായ അന്വേഷണം തന്നെ നടക്കട്ടെ. ഏത് തരത്തിലുള്ള അന്വേഷണം വന്നാലും അന്വേഷണവുമായി സഹകരിക്കും. ശബരിമലയിൽ നിന്ന് ഒരു തരി പൊന്ന് നഷ്ടമായിട്ടുണ്ടെങ്കിൽ അതാരാണോ അതിൻ്റെ പിന്നിലുള്ളത് അവരെ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് മുൻ ദേവസ്വം പ്രസിഡന്റായിരുന്ന PS പ്രശാന്തും ഇപ്പോൾ റിപ്പോർട്ടറിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ബിജു തൂർക്കടവിനൊപ്പം റിപ്പോർട്ടർ സ്വാന്തന സാജു, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.